Huh? I do if I want to do. I do if I want to do. No, for who? To take permission from who? Hello, right. From which place you are? I'm from India only. Yeah, India. Which place you are? Actually, I have been visiting for a couple times. Actually, I live here in Meghalaya. Are you YouTuber? Yes, I'm a YouTuber. Show me your. You can just check it out from here. Okay. Yeah. So this gentleman just throw in the plastic here, right? And then we have here. Also, we have the register number. We have also the driver there. Is it fine or what? Dustbin. Just pick this up. Pick this up. Whose is this? Just pick it up. That is good. Pick it up. Right. Pick it up. That is good. ഇവനൊക്കെ ചാണകറിയണം വിദേശി പകർത്തിയ ഒരു നാണംകെട്ട ദൃശ്യം അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏത് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ചോദിക്കും എവിടെയാ വീട്, എവിടെയാ നാട്. ആ ചോദ്യത്തിന് പിന്നിൽ ഒരുപാട് ആത്മബന്ധമുണ്ട്, നമ്മുടെ നാടിനോടുള്ള ഒരു ആത്മബന്ധം. എന്നാൽ ഇന്ത്യക്കാരനല്ലെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യയെ സ്വന്തം നാടായി കാണുന്ന ഒരു വിദേശി ആളെക്കുറിച്ചാണ് കേട്ടോ നമ്മളീ പറയുന്നത്. സംഭവം ഞാൻ ചുരുക്കി പറയാം. മേഘാലയയിലാണ് സംഭവം നടക്കുന്നത്. ഒരു വിനോദസഞ്ചാരി കാറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആൾ കുടിച്ച കുപ്പിയൊക്കെ ഇരിക്കുന്നത്. എന്തിനാണ് എൻ്റെ കാറ് വൃത്തികേടാക്കുന്നത്? ആൾ എന്ത് ചെയ്യുന്നറിയോ? ആ കുപ്പി എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വിദേശി എത്തുന്നത്. ആഹാ, ഇതെന്താ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്? ആൾ മൊബൈൽ ഓണാക്കിയിട്ട് ആ കാറിൻ്റെ പിന്നാലെ പോയി. ആ കാറ് തടഞ്ഞു നിർത്തി. എന്നിട്ട് വീഡിയോ എടുത്തു. വണ്ടി നമ്പറും വിനോദസഞ്ചാരിയുടെയും എല്ലാവരുടെയും വീഡിയോ എടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആ പ്ലാസ്റ്റിക് താഴെ വലിച്ചെറിഞ്ഞെന്ന് ചോദിച്ചു. പിന്നെ അപ്പോൾ ആ വിനോദയാത്രക്കാരനുണ്ടല്ലോ, ആൾ പറഞ്ഞു, ആൾ ചൂടായി, നിങ്ങളെന്തിനാ എൻ്റെ വീഡിയോ എടുക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിദേശി പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനല്ല, പക്ഷെ ഞാനിവിടെ താമസിക്കുന്ന ആളാണ്. ഞാൻ താമസിക്കുന്ന നാട് എന്തിനാണ് നിങ്ങൾ വൃത്തികേടാക്കുന്നത്? ആ പ്ലാസ്റ്റിക് അതെടുത്ത് നിങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും, നിങ്ങൾ എവിടെ ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞു. ആ വിനോദസഞ്ചാരിയാണെങ്കിൽ അതിന് തയ്യാറാവുന്നില്ല. ആൾ പറഞ്ഞു, ഏയ് നിങ്ങൾ ആരാണത് പറയാൻ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരു നാട്ടുകാരനും കൂടെ ഇടപെട്ട് ആ സംഭവം രൂക്ഷമാകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആ വിനോദസഞ്ചാരി എന്ത് ചെയ്തു, ആ പ്ലാസ്റ്റിക് എല്ലാം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് കാറിലേക്ക് കൊണ്ടുപോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും വിദേശ രാജ്യമൊക്കെ എന്ത് മനോഹരമാണ്, ഇവിടെ പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും റോട്ടിലില്ല, കിടന്നുറങ്ങാം എന്നൊക്കെ നമ്മൾ പലരും പറയുന്നുണ്ട്. റോട്ടിൽ തന്നെ കിടന്നുറങ്ങാം, എന്തൊരു വൃത്തിയാണ്. പക്ഷെ നമ്മുടെ കേരളം കാണണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ കാണണം, എന്തൊരു വൃത്തികേടാണ്. പ്ലാസ്റ്റിക്, കടലാസ്, വൃത്തികേട്, എന്തൊക്കെ വൃത്തികേടാണ് എന്നൊക്കെ നമുക്ക് വലിയ വായിൽ വർത്താനം പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ എത്ര പേര് നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചതിൻ്റെ മിഠായി കടലാസോ അങ്ങനെ എന്തെങ്കിലും ഡസ്റ്റ്ബിന്നിലേക്ക് കൊണ്ടുപോയി ഇടുന്നുണ്ട്? എത്ര പേരുണ്ടാവും? ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേരുണ്ടാകും? വളരെ കുറച്ചുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കാറിലോ ട്രെയിനിലോ ഒക്കെ ആയിക്കോട്ടെ അതെടുത്താണ് പുറത്തേക്ക് വലിച്ചെറിയും. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട് കേടാവുന്നത്, നാശമാവുന്നത്. പക്ഷെ ഒരു വിദേശി അതിനെതിരെ റിയാക്ട് ചെയ്തിരിക്കുകയാണ്. റിയാക്ട് ചെയ്ത ആൾക്കെതിരെയും നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആൾ രൂക്ഷമായിട്ടാണ് പെരുമാറുന്നത്. നിങ്ങളാരാണത് ചോദിക്കാൻ? എൻ്റെ നാട്ടിൽ വന്നിട്ട് ഒരു വിദേശി എന്തിനത് ചോദിക്കണം എന്നുള്ളൊരു മുഖഭാവത്തോടു കൂടി രണ്ടും കൽപ്പിച്ച് വിദേശി ഒരു കാര്യം ചെയ്തു. എനിക്കത് അറിയണം, എന്തിനാ നിങ്ങളത് ഇട്ടത്? ഞാൻ താമസിക്കുന്ന നാടാണ്, ഈ നാട് വൃത്തികേടാക്കാൻ സമ്മതിക്കില്ല എന്ന് അവൻ ചങ്കുറ്റത്തോടു കൂടി നിന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊക്കെ ഒരു നാണക്കേടല്ലേ? ഇനിയെങ്കിലും നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊക്കെ പുറത്ത് വലിച്ചെറിയാതെ അത് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടാൻ സ്വയം അങ്ങോട്ട് ശീലിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. വിദേശിയുടെ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകൾ താഴെ വരുന്നുണ്ട്. വിദേശിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എത്തുന്നത് എങ്കിൽ പോലും ഈ കമൻ്റ് ഇടുന്ന എത്ര പേര് സ്വയം ചെയ്യാറുണ്ട്? വിദേശ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഭയങ്കര പങ്ക്ച്വലായിട്ട് ചെയ്യും. പക്ഷെ സ്വന്തം നാട്ടിൽ എത്തിക്കഴിഞ്ഞാലോ നമ്മളിത് ചെയ്യാറുണ്ടോ? അവിടെയാണ് കേട്ടോ ഈ വിദേശിയുടെ ഇടപെടൽ മാതൃകപരമായിട്ട് കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിനോദയാത്ര സഞ്ചാര കേന്ദ്രങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ നാടിന്റെ പ്രകൃതി ഭംഗി സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന മേഘാലയയിലെ മാവ്ലിലോങ്ങിലാണ് കേട്ടോ ഈ ഒരു സംഭവം നടക്കുന്നത്. നാട്ടുകാരേക്കാൾ വലിയ നാട്ടുകാരനായി ആ വിദേശ യുവാവ് പ്രതികരിച്ചപ്പോൾ പൗരബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നമ്മുടെ നാട്ടുകാരുടെ ചില സ്വഭാവങ്ങളാണ് കേട്ടോ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നടന്ന ചില നാടകീയ രംഗങ്ങൾക്ക് വിദേശ യുവാവ് മാതൃകാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട് നന്നാക്കാൻ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ മുന്നിട്ടിറങ്ങിയാൽ മതിയെന്ന്. നമ്മുടെ നാടിന്റെ പ്രകൃതി ഭംഗി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തരും അതിന് ബാധ്യസ്ഥരുമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവുന്നവരേക്ക് എല്ലാവർക്കും